ഹലോ, എല്ലാവർക്കും അച്ഛൻ്റെയും അമ്മമ്മയുടെയും ബർത്ത്ഡേ വ്ളോഗിലേക്ക് സ്വാഗതം. നമുക്ക് അച്ഛനുള്ള ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്യാം. അമ്മമ്മയ്ക്ക് മോസ്റ്റ്ലി ഡ്രസ്സൊക്കെയാണ് കൊടുത്തിരുന്നത്, അപ്പം പാക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും ഗിഫ്റ്റൊന്നും വാങ്ങിയില്ല. അമ്മമ്മയ്ക്ക് ഒന്നുകൂടി യൂസ് ആവുക കാശാണെന്ന് തോന്നി, അപ്പം കയ്യിൽ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇനി ഞാൻ കുളിച്ചിട്ടില്ല, അനുക്കുട്ടനെ കുളിപ്പിക്കാൻ പോവാണ്. അനുട്ട എണ്ണ തേച്ചിട്ടുണ്ട്, ബാക്കി എല്ലാവരും അവിടെ ഓരോരുത്തരായിട്ട് ഓരോ പണികൾ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും തൃശ്ശൂരിന്ന് ചെറിയമ്മയും ചെറിയച്ഛനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബില്ലി രാജമാമയൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. പിറന്നാളുകാരന് പനിയാണ് കേട്ടോ, ഇന്നലെ രാത്രി ഭയങ്കര പനി. അപ്പോഴേക്കും കുറ്റിപ്പുറത്തുനിന്ന് സുധല്യമ്മയും ഫാമിലി എത്തിയിട്ടുണ്ട്. ഒന്നുകൂടി പറയോ? അയ്യോ അമ്മമ്മ. അപ്പൊ പിറന്നാളുകാരി വരുന്നുണ്ട്. പിറന്നാളുകാരി അപ്പൊ അമ്മമ്മ തറവാട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ കുളിച്ച് സുന്ദരിയായി പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് അമ്മമ്മ വന്നിട്ടുണ്ട്. അമ്മമ്മ നല്ല ഹാപ്പിയാണ് കേട്ടോ, കാരണം എല്ലാവരെയും കാണാൻ പറ്റി. നമ്മളിപ്പോൾ ഫാമിലിയിൽ ഇങ്ങനെ ഒരു ഇത് വെക്കണേ തന്നെ അമ്മയുടെ ഫാമിലിയും അച്ഛൻ്റെ ഫാമിലിയും, അപ്പോൾ എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്ത് ആ ഒരു ഹാപ്പിനെസ്സിനായിട്ട് അമ്മമ്മ എന്തായാലും ഹാപ്പിയാണെന്ന് മനസ്സിലായി. അമ്മമ്മയ്ക്ക് കുറച്ച് ഇമോഷണലൊക്കെ ആവുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ പനിയൊക്കെയാണ്. ഇന്ന് പ്രോഗ്രാം നടക്കണമെന്നല്ല, ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതാണ് സൗണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കണേ. ഇത് അപ്പു ചെറിയമ്മയുടെ മകൻ. യൂട്യൂബില് വ്ളോഗിന്റെ അടിയില് സ്ഥിരമായി കമന്റ് ഇട്ട് വെറുപ്പിക്കുന്ന ആ വ്യക്തി ഇതേ ലവനാണ്. ഒരു ഹായ് പറയാപ്പോ, ഒരു ഹായ് പറയൂ. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ബലൂണൊക്കെ ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ച് എല്ലാവരുടെ കയ്യിലും ബലൂണൊക്കെ കൊടുത്തു. ഉള്ളിൽ കയറ്റാനല്ല, ഉള്ള കാറ്റും കൂടി ഉള്ളിൽ കയറ്റി. അങ്ങനെ അതളൂരിന്ന് അമ്മായിയും ഫാമിലി എത്തിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ അച്ഛൻ്റെ സിസ്റ്ററും ഫാമിലിയാണ്. ബാംഗ്ലൂരിന് വരുമ്പോ കുറച്ച് പനിയായിട്ടൊക്കെ തുമ്പി ശുംബിക്കുട്ട. അതെ 12:30 ബോസേ, എവിടെയാണ് മറ്റേ പാട്ടൊക്കെ ആവണി പൊന്നു സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ അനങ്ങാതിരുന്നോ. ഇന്നീ മീശമ ഞാനൊരു താജ്മഹാള് പണിയും, അനങ്ങിയാലത് കുത്തപ്പീനാറാകും. ആഹാ മുടുക്കനായി.
ഭാഗ്യത്തിന് പെട്ടി മാത്രമേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ എല്ലാരും വരും. നീറ്റോളൂ നീറ്റോളൂ. അനിക്കുട്ടിന് കുഞ്ഞുതാ ഒരു ചെയറില്, ഏട്ടെ കുഞ്ഞിനൊരു ചെയറിലിരിക്കും. സൂപ്പർ. ബിരിയാണിയാണോ സദ്യ ബിരിയാണി ആവോ? ഇനി ചിലപ്പോ ബിരിയാണി കൊടുക്കണ്ടെങ്കിൽ പറയാൻ പറ്റൂലേ? എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടാവും. വെള്ളം കുടിച്ചോളൂ. ചേച്ചി ഈ പപ്പടം കൊടുക്കാളാണോ? ഈ പപ്പടം കൊടുക്കാളാണോ? പായസം കുട്ടി കഴിക്കാളോ? ഇതൊക്കെ ആദ്യമായിട്ട് കാണാണോ ശാലു? നേരത്തെ അവിടെ എന്തെങ്കിലും വിളമ്പുമ്പോ വിളമ്പുന്നവർക്കൊന്നല്ല മക്കളെ ഒരു കൈ തിന്നോണ്ടിരിക്കുന്നു. എവിടെ പറയൂ, എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട് രഘു? പറയൂ. സൂപ്പർ ആയിരുന്നോ? വെച്ചിട്ടുണ്ട് ചുണ്ടിന്റെ താഴെ, അതെടുത്ത് സേവ് ചെയ്യില്ല, കഴിക്കൂ. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ശാലു ബാക്കിയുള്ള സാമ്പാർ കറികളൊക്കെ കൊണ്ടുവരാൻ പാത്രമായിരുന്നു ഗൈസ്. പക്ഷെ സാമ്പാറൊക്കെ തീർന്നു പോയി. കറിയാണ് വലുമ. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. എപ്പോ വന്നു? ഇപ്പൊ എന്ത് നേരം വഴിക്ക് വന്നത്? നിങ്ങൾ ഇത് കണ്ടിട്ട് ഒരലയില് രണ്ടാളുണ്ടോ കണ്ടിട്ട്? അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം അമ്മു ഇറങ്ങുകയാണ്, വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു. ബൈ പറ, ബൈ പറ. പൗട്ടി പൗട്ടി ബൈ. ഇനിയും ഒരു 100 കറി കൂടി അയക്കുന്നോ ഷേർഖാൻ? വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. പത്തായം കൊണ്ട് നിറയട്ടെ. അതുകൊണ്ടാണ് IPL ആണ്. വേൾഡ് കപ്പ് കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിച്ചാലും കഴിച്ചില്ലല്ലോ ഒക്കെ തന്നെ. നല്ല ഷേപ്പ് ഉണ്ട്. വളഞ്ഞ പോലെ. അപ്പോൾ എല്ലാവരും പോവായി. അവരൊന്നും ഗെയിമിനൊന്നും നിന്നില്ല, വേഗം പോവുകയാണ്. ഓരോ കാര്യങ്ങളുള്ളതുകൊണ്ട് അവരൊക്കെ തിരിച്ചു പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്നും എല്ലാതും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, വീഡിയോ ഒത്തിരി ലോങ് ആയി പോവും, കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ വന്ന ഒരു ഇതെല്ലാവരും പോയി. ഞങ്ങൾ കസിൻസ് മാത്രമല്ല. അപ്പോൾ നമ്മൾ ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആദ്യം ബിസ്ക്കറ്റ് വെച്ചിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ നമുക്ക് കളിക്കാം. അമ്മ എല്ലാവരും റെഡിയാണ്. ആ ബിസ്ക്കറ്റ് കൊടുത്തതാണ് ഇതേപോലെ. ബിസ്ക്കറ്റിന് ഗെയിം പ്ലാൻ ചെയ്തിട്ട് ബിസ്ക്കറ്റ് കൊടുത്ത തീറ്റിക്ക് അങ്ങനെ നേരവും കാലം വല്ല ഉണ്ടാ? അമ്മ ഇത് കഴിഞ്ഞിട്ട് എത്ര ബിസ്ക്കറ്റ് വേണമെങ്കിൽ വാങ്ങിത്തരാം. ഇപ്പൊ കഴിക്കല്ലോ കേട്ടോ, തിന്നല്ലേ തിന്നാൻ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകളെ. ഗെയിം എന്താ വെച്ചാല് നമ്മള് ഫസ്റ്റ് ഇങ്ങനെ നെറ്റിമ ബിസ്ക്കറ്റ് വെച്ച് നമ്മളിങ്ങനെ നോക്ക്, എല്ലാരും നോക്ക്, ഇങ്ങനെ മൂവ് ചെയ്യാൻ പാടില്ല, അല്ല കൈ ടച്ച് ചെയ്യാൻ പാടില്ല. നെറ്റ് ഇളക്കി 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 താഴെ കൊണ്ടുവരും, എന്നിട്ട് താഴെ വീഴാതെ വയൽക്കാക്കണം. അതാണ് ഗെയിം വരുന്നത്. ഓക്കെ, അമ്മ പോയി, അമ്മ വിട്ടെ, അമ്മ വിട്ടെ, അമ്മ വിട്ടെ. അതാ പോയി പോയി. അതും പോയി.
സുധല്യയുടെ വായിൽ തൊട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് പരിഗണിക്കാം, ബാക്കിയുള്ളവരെയും കൂടി അല്ല സുധല്യ ഇവിടെ എന്താ പറയാ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. കരയണ സമ്മാനം പോയനാ കണ്ണു പോയാ? അതെ കണ്ണട ഇരുന്നാ വേറെന്താ വെക്കേണ്ടത്? ഉരുളക്കിഴങ്ങ് മതിയാ? റെഡി വിഷ്ണുടെ വെക്കൂ. റെഡി 1 2 3 സ്റ്റാർട്ട്. അമ്മമാർക്ക് ഗെയിം അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഇവരുടെ അഭ്യർത്ഥന മാനിച്ച് ഒരു ചാൻസ് കൂടി കൊടുക്കുകയാണ്. പൊടിയൊക്കെ കളഞ്ഞിട്ട് എല്ലാരും പൊടിയൊക്കെ കളയാ. നന്നായി പ്രാർത്ഥിക്കൂ. യെസ് യെസ് യെസ്. അങ്ങനെ തന്നെ. തുടരുത് തുടരുത് തുടരുത്. യെസ് 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 യെസ്. നമ്മള് ഫേഷ്യലൊക്കെ ചെയ്തിട്ട് സാധനം വെക്കില്ലേ, പൊട്ടാറ്റോ ഒക്കെ. തോറ്റുപോയി. അതിന് കരയണത് എന്തിനമ്മ കരയുന്നു? ഒരു ബിസ്ക്കറ്റില്ല, തിന്നോളൂ. ഞാൻ കഴിക്കാൻ പോലും കിട്ടിയില്ല. അടുത്തത് നമ്മൾ കളിക്കാൻ പോകുന്ന ബലൂൺ ഗെയിം ആണ്. എന്റെ കല്യാണം സുരേഷ് ഗോപി. സ്റ്റാർട്ട്. അപ്പൊ നമ്മുടെ ബിസ്ക്കറ്റിന്റെ ഗെയിം കഴിഞ്ഞു, 5 വിൻ ചെയ്തു. നെക്സ്റ്റ് ഗെയിം നമ്മള് ബലൂണിന്റെ ഗെയിമാണ്. അതായത് ഇങ്ങനെ ഒരു പേര് നടുവിൽ ഇങ്ങനെ ബോൾ വെക്കും. സ്റ്റാർട്ടിംഗ് പോയിന്റ് എൻഡിലേക്ക് ആരാണോ ഏറ്റവും ആദ്യം എത്തണ പേര് അവർ വിൻ ചെയ്യും. എടുത്തത് 2 ഭാഗത്ത് ബോൾ, ഒരു ബോൾ ഇപ്പുറത്തുണ്ട്, ഒരു ബോൾ ഉണ്ടായി. ഞങ്ങള് ഗെയിമിലില്ല കേട്ടോ. റെഡി 1 2 3 സ്റ്റാർട്ട്. ഇതൊക്കെ എന്ത്? Come on, come on, come on, come on, come on, come on. Ready 1 2 3 start. ഒരാൾ മണ്ണ് ടെസ്റ്റ് ചെയ്ത് തലയിറങ്ങിയ തലയിറങ്ങിയ ചെവിയും കണ്ടൂടാ കണ്ണും കണ്ടൂടാ ശിവനെ ഇത് യാത് ജില്ല. ശരി, ക്യാമറ പോണ്ടെ കൂടെ കാല് പിടിച്ച് വെച്ച് വീഴ്ത്തി മനപ്പൂർവ്വം. കരയണ്ട, കരഞ്ഞാ തോറ്റുന്ന. തോൽക്കാതിരിക്കാൻ വേണ്ടിയില്ല നീ പടക്കപ്പെടണേ. കരച്ചിൽ വന്നാലും ചിരിച്ചു കാണിക്കണേ. ഇനിയും അങ്ങനെയൊക്കെ തന്നെ മതി. അവ മണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് പോലും ഫസ്റ്റ് കിട്ടിയില്ല. അത് വീഴും ചെയ്ത് വഴി കൂടെ പോണവരും അവിടെ വീട് വയറും ഒരു കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു മണ്ണ് ടെസ്റ്റ് ചെയ്ത്? ബലൂൺ പിടിച്ചിട്ട് ഓടിയത് വീഡിയോ റെക്കോർഡിംഗ്. ഇത് അപ്പൊ തന്നെ പറയണ്ട, ആരും പിടിച്ചു മനസ്സിലായി. അങ്ങനെ കേസ് ഇവര് കള്ളക്കളി വെച്ചിട്ട് കഴിഞ്ഞു പിടിച്ചേ കള്ളക്കളി പറയണ്ടേ. ഓക്കെ, അപ്പൊ നമ്മുടെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, ഗെയിം കളിച്ചു, എല്ലാരും നല്ല എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നല്ലേ? അപ്പൊ ഇത്രയുള്ളൂ. കമന്റ് ചെയ്യാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.